നമസ്കാരം. മഴത്തോരു മുമ്പ് സീരിയലിന്റെ മറ്റൊരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയ്ക്ക് തന്റെ റബ്ബർ തോട്ടം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻലി വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. 2 കുന്നിന്റെ ചെരുവിലാണ് ഈ തോട്ടം കിടക്കുന്നത്. ആ തോട്ടത്തെ കയറി മുറിക്കുന്ന രീതിയിൽ നടുവിലൂടെ റോഡ് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെയാണ് വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻലിക്കൊപ്പം അലീന യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. റബ്ബർ തോട്ടം എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു അരുവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് കാണിച്ചിട്ട് നീ അവിടുത്തെ ചെക്ക് ഡാം കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുവാണേ. ആ ചെക്ക് ഡാം താൻ കെട്ടിയതാണെന്നുള്ള കാര്യം കൂടി സ്റ്റാൻലി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട അലീന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, തോടെന്ന് പറയുന്നത് പൊതു സ്വത്തുവല്ലേ, എന്നിട്ടും ചെക്ക് ഡാം കെട്ടാൻ വേണ്ടിയിട്ട് അനുവദിച്ചോ എന്നുള്ള കാര്യം. ഇത് കേട്ട സ്റ്റാൻലി പറയുന്നുണ്ട്, പണം കൊടുത്തു കഴിഞ്ഞ് ഞാൻ നടക്കാത്തതായിട്ട് ഇവിടെ എന്താണുള്ളത്. ആദ്യം പഞ്ചായത്തുകാർ എതിർത്തു, അവർക്ക് പണം കൊടുത്തു. അതുപോലെ തന്നെ ഇറിഗേഷനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ പണം കൊടുത്തിട്ട് താൻ ഒതുക്കി എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് കേട്ട അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോ കൈക്കൂലി കൊടുത്ത് നിർമ്മിച്ച ചെക്ക് ഡാം ആണല്ലേ ഇത്? വെറുതെ ഒഴുകി പോകുന്ന വെള്ളം അത് ഞാൻ കുറച്ച് തടഞ്ഞു നിർത്തിയെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല, അത് കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. ഇത് കേട്ട അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, വേനൽക്കാലത്തും ഇത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവോ എന്നുള്ള കാര്യം. ഇല്ല, വേനൽക്കാലത്ത് അതങ്ങ് കവിഞ്ഞു ഒഴുകില്ല എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോ കുറച്ചു പേർക്കെങ്കിലും അർഹതപ്പെട്ടത് കിട്ടാതെ പോകില്ലെന്ന് ചോദിക്കുമ്പോൾ ഏത് പദ്ധതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ചു പേർക്ക് അത് കിട്ടാതെ പോകുക തന്നെ ചെയ്യുമല്ലോ. എന്ത് പദ്ധതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് കുറച്ചു പേരെങ്കിലും ഉപകാരപ്പെടാതെ പോകില്ല എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ അത് ശരി തന്നെയാണ്. എന്ത് സംരംഭം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. ഈ ചെക്ക് ഡാം കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഉപകാരമുള്ളത്? അതിൽ ഉപകാരം ഒരാൾക്ക് മാത്രമല്ലേ ഉള്ളൂ. ഇത് കേട്ട സ്റ്റാൻലി ആണെങ്കിൽ വഴിയരികിലേക്ക് വണ്ടി നിർത്തിക്കൊണ്ട് അലീനയുടെ അടുത്ത് ചോദിക്കുവാണ് കേട്ടോ, അല്ല നീ എന്താ കമ്മ്യൂണിസ്റ്റുകാരിയാണോ? ആരാണ് നിന്റെ നേതാവ്? പിണറായി വിജയനാണോ എന്ന് കളിയാക്കിക്കൊണ്ട്. ഇത് കേട്ട അലീനയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ, എന്റെ നേതാവ് യേശു ആണ്, ലോകത്തിലെ ഫസ്റ്റത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് യേശു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട സ്റ്റാൻലി ആണെങ്കിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാണേ. സ്റ്റാൻലി പുറത്തിറങ്ങിയതിനു ശേഷം കൈകൊണ്ട് കാണിച്ച് അലീനയുടെ അടുത്തും പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അലീനയും പുറത്തേക്ക് വരുന്നുണ്ട്. ഉടനെ തന്നെ സ്റ്റാൻലി സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോകുമ്പോ അലീന കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. കുറച്ചു നേരം സിഗരറ്റ് വലിച്ചതിനു ശേഷം അലീനയുടെ അടുത്ത് ഇങ്ങനെ പറയുവാണേ. അത് കഴിഞ്ഞ് സ്റ്റാൻലി തോട്ടത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, കുറച്ചുനാൾ മുമ്പ് ഇത് ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലമാണ്, വെട്ടിത്തെളിച്ച് ഈ അവസ്ഥയിലാക്കി എന്ന് പറയുവാണേ. താനാണ് എല്ലാം ചെയ്തത് എന്ന മട്ടിലാണ് സ്റ്റാൻലിയുടെ സംസാരം. ഇത് കേട്ട അലീന തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്തത് തൊഴിലാളികളല്ലേ, അല്ലാതെ അങ്കിൾ അല്ലല്ലോ എന്ന്. അലീനയുടെ അങ്കിൾ എന്നുള്ള ആ വിളി കേട്ട് സ്റ്റാൻലി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുവാണ്. എന്നിട്ട് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും എന്നെ അങ്കിൾ എന്നാണോ വിളിക്കുന്നത്? അങ്ങനെ ഏതാണ് വിളിക്കേണ്ടത് എന്നുള്ള കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. മക്കളെ എങ്ങനെയാ വിളിക്കാറ് എന്നുള്ള കാര്യം അലീന ചോദിക്കുന്നുണ്ട്. എന്റെ മക്കൾ എന്നെ പപ്പ എന്നാ വിളിക്കുന്നത്, അതുപോലെ തന്നെയാണ് നീയും വിളിക്കേണ്ടത്. ഇത് കേട്ട അലീനയാണെങ്കിൽ നല്ലോണം ആലോചിച്ചതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി. ഒരിക്കൽ താൻ അങ്ങനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുള്ളൂ, ആരുടെ മുമ്പിൽ വെച്ചിട്ടും എപ്പോഴും. ഇത് കേട്ട സ്റ്റാൻലി ആണെങ്കിൽ ചെറിയ ആശയക്കുഴപ്പത്തിലാവാണ് കേട്ടോ. തന്റെ മകളാണ് അലീന എന്നുള്ള കാര്യം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. സ്റ്റാൻലിയുടെ മുഖഭാവം കണ്ട് അലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോ വേണ്ട എന്നാണല്ലേ പറഞ്ഞു വരുന്നത്. പക്ഷെ സ്റ്റാൻലി ആണെങ്കിൽ വേണം, നീ അങ്ങനെ തന്നെ വിളിച്ചാ മതി. ഇത് കേട്ടപ്പോ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായെങ്കിലും അലീന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സ്വന്തം പപ്പയൊന്ന് തന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന്. പക്ഷെ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ വന്നു കയറിയപ്പോ തന്നെ അലീനയുടെ അടുത്ത് ഹായ് അലീന എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്തതല്ലേ, ഭയങ്കര ഫോമലായിട്ട്. സ്വന്തം മകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പോലും അറിയാതെയാണ് നമ്മുടെ സ്റ്റാൻലി അങ്ങനെ ചെയ്തത്. ആ സ്റ്റാൻലി അലീനയെ ചേർത്ത് പിടിക്കുവോ? അതെന്തായാലും നടക്കത്തില്ല എന്നുള്ള കാര്യം അലീനയ്ക്ക് തന്നെ അറിയാം. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ അലീനയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ പറഞ്ഞല്ലോ ഈ തോട്ടം ഉണ്ടാക്കിയത് തൊഴിലാളികളാണ്, ഞാൻ വെറും പണം കൊടുത്തതല്ലേ ഉള്ളൂ എന്ന്. ഞാനും ഒരു തൊഴിലാളിയായിരുന്നു, പക്ഷേ പട്ടാളത്തിലായിരുന്നു എന്ന് മാത്രമാണ്. അവിടെ തൊഴിൽ ചെയ്തതിന്റെ പണം കിട്ടി, ആ പണം കൊണ്ടാണ് താന് ഈ തോട്ടം ഉണ്ടാക്കിയത്. അതുമാത്രമല്ല സ്റ്റാൻലി ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് ഇത് 150 ഏക്കറാണെന്ന്. ഇതെല്ലാം കേൾക്കുമ്പോഴും അലീന അപ്പോഴും ആ തോട്ടത്തിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ്. തോട്ടവും അതുപോലെ തന്നെ അതിൽ ഒഴുകുന്ന തോടും എല്ലാം കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ അഭംഗിയായിട്ട് കിടക്കുന്നത് ആ ചെക്ക് ഡാമും അതുപോലെ അതിനോട് ചേർന്ന് കിടക്കുന്ന വലിയ പമ്പ് ഹൗസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഈ തോട്ടത്തിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ടാവുമല്ലേ? പിന്നെ അല്ലാതെ ഒരു ദിവസം ഏകദേശം എത്ര കിട്ടുമെന്നും കൂടി അലീന ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം 1 ലക്ഷം രൂപയോളം ഇപ്പോഴത്തെ റബ്ബറിന്റെ വില അനുസരിച്ചിട്ട് കിട്ടുമെന്ന് പറയുകയാണേ. ഓ, അപ്പോ ഒരു മാസം 30 ലക്ഷം രൂപ. ഈ പണമൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പകുതിയോളം പണം ചെക്ക് ഡാമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതിന് ഒരുപാട് ചെലവായിട്ടുണ്ടല്ലോ. പിന്നെ വളം അങ്ങനത്തെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും
ആ പണം ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയിക്കുകയാണേ. സംഭാവനയായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പള്ളികൾക്ക് അങ്ങനെ ഒരുപാട് പണം കൊടുക്കാറുണ്ടെന്ന് പറയുവാണേ. തുടർന്ന് അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, അനാഥാലയങ്ങൾക്ക് പണം കൊടുക്കാറുണ്ടോ, അതുപോലെ തന്നെ പണമില്ലാതെ ചികിത്സിക്കാൻ വേണ്ടി പറ്റാത്ത രോഗികൾക്ക് പണം കൊടുക്കാറുണ്ടോ, വസ്ത്രമില്ലാത്തവർക്ക്, അതുപോലെ ഭക്ഷണം ഇല്ലാത്തവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് പണം കൊടുക്കാറുണ്ടോ? ഇത് കേട്ട് നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ചെറുതായിട്ട് അസ്വസ്ഥനാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനൊന്നും തനിക്ക് സമയമില്ല, ചെറിയ ചെറിയ പിരിവാർക്കൊക്കെ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആന്റപ്പനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവനും അങ്ങനെ അനാഥശാലയൊന്നും സന്ദർശിക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ സംസാരിച്ചുകൊണ്ട് അങ്ങ് മുന്നിലേക്ക് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന സ്റ്റാൻലിനെ അലീന ആദ്യമായിട്ട് പപ്പ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. ആദ്യമായിട്ടാണല്ലോ അലീന പപ്പ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നതിന് ശേഷം അലീന പറയുന്നത്, ഇതുപോലൊരു അനാഥാലയമാണ് പപ്പയുടെ മകളെ 23 വർഷം നോക്കിയത്. അത്രയും പറഞ്ഞ് നമ്മുടെ അലീനയാണെങ്കിൽ കാറിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ അലീന പറയുന്ന ആ കാര്യം കേട്ട് കുറച്ചു നേരം ഷോക്ക് അടിച്ചതുപോലെ അവിടെ തന്നെ നിൽക്കുവാണ് കേട്ടോ സ്റ്റാൻലി. എന്നതിന് ശേഷം കുറച്ചു സമയം കഴിഞ്ഞിട്ടാണ് വണ്ടിയെടുത്ത് അവിടുത്തെ പോകുന്നത്. സ്റ്റാൻലി അലീനയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് എന്റെ തോട്ടം ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് അനുയോജ്യമായ കൈകളിലേക്ക് അതിന്റെ വരുമാനം എത്തണം. ഒരുപാട് വരുമാനം ഉണ്ടല്ലോ, സഹായിക്കേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് ആന്റപ്പന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എന്നാണ് കേട്ടോ സ്റ്റാൻലി പറയുന്നത്. കാരണം സഹായം അവര് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്താൽ പോരാ, അലീനയ്ക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം സ്റ്റാൻലിക്ക് മനസ്സിലാവാണ്. അതുകൊണ്ടാണ് ആന്റപ്പനെ ലിസ്റ്റ് ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നാൽ അലീനയാണെങ്കിൽ അത് വേണ്ട, ഞാൻ പപ്പ എന്ന് വിളിക്കുന്നത് ആന്റപ്പൻ ചേട്ടനെയല്ലോ. സാരം കേൾക്കുമ്പോൾ ഇത് എന്തൊരു കഷ്ടമാണ്. അങ്ങനെ തന്നെ ആരും ഇതുവരെ എതിർത്ത് സംസാരിക്കാറില്ല, തനിക്കത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്ന് സ്റ്റാൻലി പറയുവാണേ. ഇത് കേട്ട അലീനയാണെങ്കിൽ ഇനി എന്തായാലും താൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു പൊക്കോളാം എന്ന് പറയണേ. അതിന് തിരിച്ചു പോകാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതിനേക്കാൾ ഭേദം അതാണെന്ന് അലീന. പാലയിലേക്ക് വണ്ടിക്ക് കൂലി മാത്രം തനിക്ക് തന്നാ മതി, താൻ തിരിച്ചു പൊക്കോളാം എന്ന് അലീന പറയുന്നുണ്ടേ. അങ്ങനെ തിരിച്ചു പോകാനൊന്നും പറ്റില്ല, നീ സ്റ്റാൻലി ജോസഫിന്റെ മകളാണെന്ന് പറയാണേ. അങ്ങനെ മകളാണെന്ന് ചുമ്മാ പറഞ്ഞാൽ മതിയോ? എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് തിരിച്ചു പറയാനുള്ള തന്റെ ഇടം സ്റ്റാൻലി ജോസഫിന്റെ മകൾക്ക് വേണ്ടേ? അത് വേണം എന്ന് തന്നെയാണ് കേട്ടോ സ്റ്റാൻലി പറയുന്നത്. അത് പപ്പയോടായാലും അതൊക്കെ ശരി തന്നെയാണ്. അങ്ങനെ ആവുമ്പോ പപ്പ തിരിച്ചും അതുപോലെ തന്നെ മറുപടി പറയുമ്പോ അലീന ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പറയുന്നതിന് മുമ്പായിട്ട് പപ്പ ഒരു കാര്യം ആലോചിക്കണം. 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ച ഒരു മകളാണെന്ന്. നീ എന്തിനാ കൂടെ 23 വർഷം അനാഥാലയത്തിലാണ് ജീവിച്ചെന്നുള്ള കാര്യം പറയുന്നത്? അത് കേൾക്കുമ്പോ തനിക്ക് വിഷമമുണ്ടെന്ന് പറയാണേ. ആഹാ, പപ്പയ്ക്ക് അത് കേൾക്കുമ്പോ വിഷമമുണ്ട്. എന്നാ അവിടെ ജീവിച്ച എന്റെ അവസ്ഥ എന്താണ്, എന്റെ വിഷമം എന്തായിരിക്കും? അത് മാത്രോ, ഇപ്പോഴും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വിഷമം എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി ഒന്നും സ്റ്റാൻലിക്ക് പറയാനില്ല. തുടർന്ന് അവര് വീട്ടിൽ തിരിച്ചെത്തുവാണ്. തിരിച്ചെത്തിയ ഉടനെ തന്നെ ആന്റപ്പനാണെങ്കിൽ വന്നിട്ട് സ്റ്റാൻലിയുടെ ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. മറുവശത്ത് അലീനയും പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നതിന് ശേഷം പുനരുവിൽ നിന്ന് അപ്പച്ചൻ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുവാണ്. എന്നിട്ട് താൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുമ്പോ അലീന കുഞ്ഞിനെ എസ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞു എന്ന് പറയണേ. തന്നോട് ആരാ അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞത്? എസ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി പോയതെന്ന് മാത്രം പറഞ്ഞ പോരെന്ന് അന്നപ്പനടുത്ത് ചോദിക്കാനുണ്ട് ദേഷ്യത്തിലെ സ്റ്റാൻലി. എന്റെ വായിൽ നിന്ന് അറിയാതെ അങ്ങനെ വീണു പോയി, അല്ലടിച്ച് കൊഴിക്കുകയാണ് വേണ്ടത്. അപ്പച്ചൻ എന്താ പറഞ്ഞെന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോ വന്ന ഉടനെ തന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുവാണേ. അങ്ങനെ ദേഷ്യത്തിൽ സ്റ്റാൻലി ഉള്ളിലേക്ക് കയറി പോവാണ്. അത് കഴിഞ്ഞ് ആന്റപ്പൻ ചേട്ടനോട് എല്ലാം കുളമാക്കിയല്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട് ഒരു ചിരിയോട് കൂടിയിട്ട്. എന്ത് പറയാനാ കുഞ്ഞെ, എല്ലാം കയ്യിന്ന് പോയിന്ന് പറയുവാണേ. കയ്യിന്നല്ലല്ലോ ചേട്ടാ പോയത്, വായെന്നല്ലേ. അല്ല, എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ എനിക്കറിയാവുന്ന എല്ലാ കാര്യവും പറഞ്ഞു. നിന്റെ പേര് അലീന എന്നാണെന്നും അനാഥാലയത്തിലായിരുന്നു, പിന്നെ വീട്ടുജോലിക്ക് നിന്ന കാര്യങ്ങളെല്ലാം. ഇതെല്ലാം കേട്ട അലീനയാണെങ്കിൽ അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. അതേസമയം സ്റ്റാൻലി ജോസഫ് ആണെന്നുണ്ടെങ്കിൽ അപ്പച്ചനെ ഫോൺ ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഔദക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. ആ പെണ്ണിനെ വിളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നീ എന്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചോടാ. അന്ന് അപ്പച്ചനെ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം താൻ സംസാരിച്ചതല്ലേ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ടേ. അന്നേ നിന്റെ അടുത്ത് ഞാൻ പോകുന്ന സമയത്ത് പറഞ്ഞതല്ലേ നിനക്ക് അങ്ങനെ ഒരു മകളുണ്ടെന്ന് നീ കരുതണ്ട, അതിന്റെ പുറകെ പോകണ്ട എന്ന്. എന്നാ നീ എന്ത് മണ്ടത്തരാണ് ഈ കാണിച്ചത്? എനിക്ക് അങ്ങനെയാ തോന്നിയത്. അങ്ങനെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം തനിക്ക് ഇല്ലല്ലോ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോ കാര്യമില്ല എന്നോ? നിന്റെ അപ്പനായ എന്നോട് പറയണ്ടേ, നിന്റെ ഭാര്യയോടും മക്കളോടും പറയണ്ടേ, അതുപോലെ തന്നെ പള്ളിക്കാരോടും തന്റെ ബന്ധുക്കളെ എല്ലാവരും നീ ബോധ്യപ്പെടുത്തണ്ടേ എന്ന് സ്റ്റാൻലിയുടെ അടുത്ത് ചോദിക്കുമ്പോ ഇതിന്റെ ഭവിഷ്യത്തുകളെല്ലാം അനുഭവിക്കാൻ വേണ്ടി തയ്യാറായി കൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇതിന്റെ ഭവിഷ്യത്തുകൾ നീ മാത്രം അനുഭവിച്ചാൽ മതി എന്നാണോ ലാലിച്ച നീ പറയുന്നത്? എല്ലാവരും അനുഭവിക്കണ്ടേ? അപ്പച്ചനിപ്പൊ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോ നീ അവള് നിന്റെ മകളാണെന്നുള്ള കാര്യം ആരടുത്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, എന്തായാലും ആ കാര്യം ഒരു കുഞ്ഞു പോലും അറിയരുത്. ഇന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒതുക്കി തീർക്കാം എന്നോ? എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയാം.
ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ഞാൻ അങ്ങ് എത്തിയേക്കാം. അവളെ പറഞ്ഞു വിടാനാണെന്നുണ്ടെങ്കിൽ അവളും ബാഗും പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുന്ന മട്ടാണ്. അവൾക്ക് ഈ വീടും പരിസരവും എന്നെയൊന്നും അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്താ ലാലിച്ച കുഴപ്പം? അപ്പോ നീ അവളെ അങ്ങ് പറഞ്ഞയക്കോ നാളെ തന്നെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പച്ച, അവള് 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചതാണ്. ആ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാന് അങ്ങോട്ടേക്ക് വന്നേക്കാം. നിന്റെ ഏതെങ്കിലും കാര്യത്തിൽ ലാലിച്ച ഞാൻ എതിര് നിന്നിട്ടുണ്ടോ? ആ പാലക്കാരിയുടെ കാര്യത്തിലല്ലാതെ. അതുപോലെ തന്നെ എതിര് നിൽക്കാൻ വേണ്ടി പോകുന്ന മറ്റൊരു കാര്യം അവളുടെ മകളുടെ കാര്യത്തിലും കൂടിയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഓടിച്ചു കളയാൻ വേണ്ടി പറ്റുന്ന ഒരു പെൺകുട്ടിയല്ല അവള്. എടാ, കിട്ടേണ്ടത് കിട്ടിയാൽ പോവാത്ത ഏതെങ്കിലും പെണ്ണുണ്ടോ? കാരണം പൈസ കൊടുത്തിട്ട് അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടാന്നാണ് അപ്പച്ചൻ വിചാരിക്കുന്നത്. പക്ഷെ അലീന അങ്ങനത്തെ ഒരാളല്ല എന്നുള്ള കാര്യമാണ് ലാലിച്ചൻ പറയുന്നെങ്കിലും അതൊന്നും കേൾക്കാതെ അപ്പച്ചൻ അങ്ങ് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. താന് അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചതിന് ശേഷം അലീന എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. അലീന അവിടെ നായ്ക്കളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലൈയിങ് ഡിസ്ക് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നു. നായ്ക്കള് അത് പിടിക്കുന്നു. ആന്റപ്പനായിരിക്കും അത് എടുത്തു കൊടുത്തതെന്നുള്ള കാര്യം സ്റ്റാൻലിക്ക് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, അലീന നായ്ക്കളുമായിട്ട് സന്തോഷത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രംഗം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്റ്റാൻലിക്ക് തന്റെ അമ്മച്ചിയുടെ ചെറുപ്പകാലാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അമ്മച്ചിയുടെ എല്ലാ സവിശേഷതകളും ഉള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അലീന എന്നുള്ള കാര്യം സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മച്ചിയുടെ ചിരിയും കളിയും എല്ലാം ഉണ്ട്. പക്ഷെ അമ്മച്ചിയെ പോലെയല്ല ഒരു സ്വഭാവം. അമ്മച്ചി അപ്പച്ചൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്ന ആളാണ്. പക്ഷേ തെറ്റ് ചെയ്യുന്നത് ആരാണെന്ന് കണ്ടു കഴിഞ്ഞാലും അലീന അതിനെ ചോദ്യം ചെയ്യും. അത് റിട്ടേൺ കാരൻ സ്റ്റാൻലി ജോസഫ് ആണെങ്കിലും മുഖത്ത് നോക്കി ചോദിക്കുമെന്ന് നമ്മുടെ സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് സ്റ്റാൻലി ജോസഫ് കുറച്ചു നേരമായിട്ട് നോക്കി നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അലീന സ്റ്റാൻലിയെ നോക്കുവാണേ. എന്നാൽ സ്റ്റാൻലി ആണെങ്കിൽ അലീനയുടെ അടുത്ത് നായ്ക്കളുമായിട്ട് കളിച്ചോ എന്നുള്ള മട്ടിൽ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് നീ ചെയ്തത് ചെയ്തോ എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി പോവാണേ. അതോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. അങ്ങനെ അലീനയെ ഇനി അവിടുന്ന് പറഞ്ഞയക്കോ അവധുക്കുട്ടി വന്നിട്ട് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക് യു.